ഒരുപാട് പേര് പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അതിലെ ഷെയ്ഡിങ് പോർഷനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലാണ്. നിങ്ങളുടെ ആർട്ട് വർക്കിലും ഭംഗിയില്ലാതെ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ്. എന്താണ് മിസ്റ്റേക്ക്, അതെങ്ങനെ മാറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഈ ഒരു പേപ്പറിൽ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നീളത്തിൽ താഴത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ അടുത്ത ലെയർ തൊട്ട് ഇപ്പുറത്തായിട്ട് കുറച്ചുകൂടി ഡാർക്കായിട്ട് ഒരു ഷെയ്ഡും കൂടി കൊടുക്കുന്നു. ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ, അതൊന്ന് ബ്ലെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ, നല്ലൊരു സ്മൂത്ത് ഗ്രേഡിയൻറ്റ് ഷെയ്ഡ് ആക്കണമെന്ന് വിചാരിച്ചോ, നമുക്ക് ബ്ലെൻഡിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നോർമലി ബിഗിനേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ട് വരുന്നുണ്ടായിരിക്കും. ഞാൻ ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഫിംഗർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടായിരിക്കുക. നമുക്ക് മറ്റൊരു മെത്തേഡ് ഉള്ളത് ഈ കോട്ടൺ അല്ലെങ്കിൽ ഇയർബഡ്സ് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അത് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു റിസൾട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബ്ലെൻഡിങ് സ്റ്റംപ് ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ബ്ലെൻഡിങ് സ്റ്റമ്പിൽ ബ്ലെൻഡ് ആവുന്നത് കണ്ടോ, കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ബ്ലെൻഡിങ് സ്റ്റമ്പിൽ ബ്ലെൻഡ് ആവും. ഇനി മറ്റൊരു മെത്തേഡ് ഉള്ളത് ഒരു ഡ്രൈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുള്ളത്. അവിടെ കുറച്ചും കൂടി സ്മൂത്തായിട്ടായിരിക്കും ബ്ലെൻഡിങ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ഫിംഗർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത സമയത്ത് ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. സെക്കൻഡ് ടൈം നമ്മൾ ഈ ഒരു കോട്ടൺ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത സമയത്ത് ഈ ഒരു റിസൾട്ടാണ് കിട്ടിയത്. തേർഡ് ടൈം നമ്മൾ ഒരു ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് ഒരു പേപ്പർ സ്റ്റംപ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തപ്പോൾ ഈ റിസൾട്ടാണ് കിട്ടിയത്. ഫോർത്ത് ടൈം നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തപ്പോൾ ഈ റിസൾട്ടാണ് കിട്ടിയത്. ഈ 4 റിസൾട്ട് തമ്മിൽ നേരിയ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഫിംഗർ മാത്രം ഉപയോഗിച്ചിട്ടല്ല ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇതേണെങ്കിൽ ഇത്തരത്തിലൊരു ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഫിംഗർ ഉപയോഗിച്ച് ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. ചില ഭാഗത്ത് നമ്മൾ ചിലപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു ടൂൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ള ബ്ലെൻഡിങ് അവിടെ കാണാനായിട്ട് സാധിക്കും. ചില ഭാഗത്ത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡിങ് ആവശ്യമുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡ്രൈ ബ്രഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡിങ് കിട്ടുന്നുണ്ടായിരിക്കും. ചില ഭാഗത്ത് നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഇയർബഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ ഓരോ ഭാഗത്തും ഏത് തരത്തിലാണ് ബ്ലെൻഡിങ് വേണ്ടത് അതിനനുസരിച്ച് ടൂളുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വരച്ച ചിത്രം അടുത്ത ലെവലിലോട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് ഇമ്പ്രൂവ് ആയിട്ട് പോകാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.